നമസ്കാരം. ലോകം അമ്പരന്ന് നിൽക്കുന്ന ഒരു നയതന്ത്ര നീക്കത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ വീഡിയോ. മറ്റൊന്നുമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഇറാൻ നെഗോസിയേഷൻ, ന്യൂക്ലിയർ ടോക്സ്. നമുക്കറിയാമല്ലോ, ഇറാൻ ഒരു ത്രഷ് ഹോൾഡ് ന്യൂക്ലിയർ പവറാണ്. ഏത് നിമിഷവും സമ്പുഷ്ട യുറേനിയം 90% കൃത്യതയിൽ, പ്യൂരിറ്റിയിൽ സമ്പുഷ്ടീകരിക്കാൻ ആയാൽ അത് ആയുധ നിർമ്മാണത്തിലേക്ക് എത്തിച്ചേരാൻ ഇറാൻ കഴിയും. ഇപ്പോൾ ഒരു 60% വരെ കൃത്യമായി എൻറിച്ച് ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യ, കപ്പാസിറ്റി എല്ലാം തന്നെ ഇറാനുണ്ട് എന്നുകൂടി പരിഗണിക്കുമ്പോൾ 90% കഴിഞ്ഞാൽ വെപ്പൺ ഗ്രേഡിലേക്കാണ് നീങ്ങുന്നത്. മുൻപൊരു കരാർ ഉണ്ടായിരുന്നു, ഒബാമയുടെ കാലത്താണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ന്യൂക്ലിയർ കരാർ. 2015 ആ കരാർ അനുസരിച്ച് 3.7% വരെ സമ്പുഷ്ടീകരിക്കാനുള്ള ഒരു അനുവാദമാണ് അമേരിക്ക ഇറാൻ, അനുവാദമൊന്നല്ല, ആ ഒരു ഡീലാണ്, ആ ഒരു റൈറ്റാണ് ഇറാൻ ഉണ്ടായിരുന്നത്. അത് കടക്കാൻ പാടില്ല എന്നൊരു അലിഖിത നിയമം. പക്ഷേ ട്രംപ് ഏകപക്ഷീയമായി തന്റെ അധികാരത്തിൽ വന്നതിന് ശേഷം 2018 ആ കരാറിൽ നിന്ന് പിൻവാങ്ങി. ഒരിക്കൽ പോലും വീണ്ടും ഇറാനുമായി ഒരു ആണവ കരാറിൽ അമേരിക്ക ഏർപ്പെടില്ല എന്നതായിരുന്നു എല്ലാവരുടെയും ചിന്ത. പക്ഷേ ഇപ്പോൾ ഏർപ്പെട്ടു എന്ന് മാത്രമല്ല, ഇത് അമേരിക്കയുടെ ആവശ്യം മാതിരിയാണ്. അമേരിക്ക തന്നെയാണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിന്റെ സർവ അധികാരിയായ അയത്തുള്ള അലി ഖൊമേനി, സുപ്രീം ലീഡർ, അദ്ദേഹത്തിന് കത്തെഴുതിയതും ഒരു നെഗോസിയേഷനുള്ള വഴി ഉണ്ടാക്കിയതും, അങ്ങനെ 5ാം റൗണ്ട് നെഗോസിയേഷനാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ 4 റൗണ്ടുകൾ, ഇപ്പോഴത്തെ നടക്കുന്ന റൗണ്ടുകളെല്ലാം ഒമാൻ എന്ന രാജ്യത്തിന്റെ മധ്യസ്ഥതയിലാണ്. അത് റോം ഇറ്റലിയിലാണ്, റോമിൽ വെച്ചും, അതുകൊണ്ട് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ചുമെല്ലാം നടന്ന ഒരു ഡിസ്കഷൻ. അതിൽ കഴിഞ്ഞ ദിവസം റോമിൽ വെച്ച് നടന്ന ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെസ്റ്റ് ഏഷ്യ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലാണ് പ്രധാനപ്പെട്ട ചർച്ച നടന്നത്, ഒമാന്റെ വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. അങ്ങനെ ഇറാന്റെ നിലപാടുകൾ വ്യക്തമായി ഇറാൻ പറഞ്ഞു. വി ബിലീവ് ഇൻ സീറോ ന്യൂക്ലിയർ വെപ്പൺസ്, ബട്ട് വി കനോട്ട് അക്സെപ്റ്റ് സീറോ ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, സീറോ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഈസ് നോട്ട് ഓൺ ദ കാർഡ്സ്. യുറേനിയം സമ്പുഷ്ടമാക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളത് അനുസരിക്കില്ല. അതേസമയം ആണവായുധങ്ങൾ ഉണ്ടാക്കരുത് എന്ന കരാർ ഞങ്ങൾ പാലിക്കും. അത് രണ്ട് കാര്യങ്ങളാണ്. എൻറിച്ച് ചെയ്താലേ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ. എൻറിച്ച് ചെയ്തതുകൊണ്ട് മാത്രം ആണവായുധങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല താനും. അതുകൊണ്ട് ഇതിന് മധ്യയാണ് ഇറാന്റെ നിലപാട്. അപ്പൊ അമേരിക്ക ഇപ്പോൾ കട്ടക്ക് നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ ഭാഗികമായി എൻറിച്ച്മെന്റ് അനുവദിച്ചാലും, സമ്പുഷ്ടീകരണം അനുവദിച്ചാലും, ഒരു കരാറിലെത്തി നിന്നാൽ അത് ട്രംപിന് മെച്ചമാണല്ലോ. ഇറാനെ പ്ലക്കേറ്റ് ചെയ്തു. ഇപ്പൊ ഇസ്രായേലിനെതിരെ നിരന്തരമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങൾ, അതിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിച്ചു നിർത്താം. അമേരിക്കയുടെ ഇഷ്ടരാജ്യമാണല്ലോ ഇസ്രായേൽ. മധ്യപൗരസ്ത്യ പ്രദേശത്തെ മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെ ഇറാനിൽ നിന്നും വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇതെല്ലാം ഒറ്റയടിക്ക് അവസാനിപ്പിക്കാം. അത് മാത്രമല്ല, ട്രംപിന്റെ പശ്ചിമേഷ്യ സന്ദർശനം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അത് വൻ വിജയമായിട്ടാണ് ട്രംപ് കണ്ടത്. ട്രംപിന്റെ യൂറോപ്യൻ സന്ദർശനം വേണ്ടെന്ന് വെച്ചാൽ, യൂറോപ്പിലാണ് സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാർ ഭരണമേറ്റാൽ ആദ്യം പോകുന്നത്. ബ്രിട്ടനിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ ഒക്കെ പോകും. അവിടെ അഭിവാദ്യങ്ങളൊക്കെ ഏറ്റുവാങ്ങും. പക്ഷെ ഇപ്പൊ അത്ര നല്ല നിലയിലല്ല. കാരണം ട്രംപുമായി യൂറോപ്യൻ യൂണിയൻ വ്യക്തിപരമായി അത്ര നല്ല അടുപ്പത്തിലല്ല. ട്രംപ് എന്ന വ്യക്തിയുമായി, അമേരിക്കയുമായിട്ട് മാത്രമല്ല, ഈ വ്യാപാര യുദ്ധം തന്നെയാണ് കാരണം. അതുകൊണ്ട് ജപ്പാനിലേക്കോ യൂറോപ്യൻ സമൂഹത്തിന്റെ ഇടയിലേക്കോ ഒന്നും തന്നെ പോകണ്ട. ഏറ്റവും അധികം ഊഷ്മളമായ സ്വീകരണം ലഭിച്ചത് ഗൾഫിൽ വെച്ചാണ്. അതായത് സൗദി അറേബ്യയിലും UAE-യിലും നല്ല ഒന്നാന്തരം അമേരിക്കയ്ക്ക് കൂടി പ്രയോജനം ഉണ്ടാകുന്ന കരാറുകളിൽ ഏർപ്പെടാനും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. അതോടൊപ്പം തന്നെ ഇറാനിൽ ഒരു സമാധാനം കൊണ്ടുവന്നു. ഇറാനെ സൈലൻസ് ചെയ്യാൻ ഒരു കരാറിലൂടെ കഴിഞ്ഞാൽ എന്തുകൊണ്ട് മുൻകാലങ്ങളിൽ തന്റെ മുൻഗാമി ഒബാമയ്ക്ക് ലഭിച്ചതുപോലെ സമാധാനത്തിന്റെ നോബൽ സമ്മാനം തനിക്കും ലഭിച്ചാൽ എന്താ കുഴപ്പം? ഇതൊക്കെ
ട്രംപിന്റെ മനസ്സിൽ ഒരു പക്ഷേ ഉണ്ടാവും. അതുകൊണ്ടാണ് ഹീസ് പുഷിംഗ് ഹാർഡ്. ആദ്യം പറഞ്ഞു, ഖൊമേനിയോട് പറഞ്ഞു 2 മാസത്തിനകം ഡീലില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്ന ലെവലിലേക്ക് സംസാരം നീണ്ടു. ഇപ്പൊ 2 മാസം കഴിഞ്ഞ ആഴ്ച ഈ അൾട്ടിമേറ്റം കൊടുത്തതിന്റെ ചർച്ചയ്ക്കുള്ള 2 മാസം സമയം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ടും ഇറാൻ പൂർണ്ണമായി അമേരിക്കയുടെ ഒരു പ്രപ്പോസലിനോട് വഴങ്ങിയിട്ടില്ല. ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് ഗ്യാരണ്ടീസ് ആണ് ആവശ്യം, പൂർണ്ണമായി സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല, ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് നിങ്ങൾക്ക് കരാറിലൂടെ ഉറപ്പ് നൽകാം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ഊർജ്ജ ആവശ്യത്തിനും മറ്റു പല ആവശ്യത്തിനും യുറേനിയം സമ്പുഷ്ടീകരിക്കണം എന്ന ആഗ്രഹമുണ്ട്. തീർച്ചയായും ഞങ്ങൾ പൂർണ്ണമായി സമ്പുഷ്ടീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നാളുകളിൽ ഞങ്ങൾക്ക് ഒരുപക്ഷെ സമ്പുഷ്ടീകരണം ആവശ്യമായി വന്നാൽ ഇപ്പോൾ എത്തിച്ചേരുന്ന കരാറുകൾ ഇറാന്റെ ദേശീയ സുരക്ഷയും ഊർജ സുരക്ഷയും ദോഷകരമായി ബാധിക്കാം. അപ്പൊ ഇറാൻ പറയുന്നതിനകത്തും ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇസ്രയേൽ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇസ്രയേൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രയേലിനും കൂടെ സ്വീകാര്യമാകേണ്ടതാണ്. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഇറാൻ ഒരു എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ, അമേരിക്കയോട് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് ഇസ്രായേലിന് ഇറാനിൽ നിന്ന് ഒരു ന്യൂക്ലിയർ ഭീഷണി ഉണ്ടാവില്ല, അല്ലാത്ത കൺവെൻഷണൽ ഭീഷണി അപ്പോഴും ഉണ്ടാകും. പക്ഷെ അത് വലിയ അനുഗ്രഹമാകേണ്ടതാണ്. അതുകൊണ്ട് ചിലരെങ്കിലും ചിന്തിക്കുന്നത് ഇറാനെ ഇസ്രായേലും മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക ഇറാനുമായി സംസാരിക്കുന്നു. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യ സന്ദർശന വേളയിലും ഇസ്രായേലിനെ ഉൾപ്പെടുത്താതെ തന്നെയാണ് ആ സന്ദർശനം മുന്നോട്ട് പോയത്. ഇസ്രായേലിന് കനത്ത പരിഭവമുണ്ട് എന്ന് ഒരു കൂട്ടർ ചിന്തിക്കുമ്പോഴും മറ്റൊരു കൂട്ടർ ചിന്തിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ കൂടെ താല്പര്യമനുസരിച്ചാണ് അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ ഒരു ഡീലിലേക്ക് എത്തുന്നത്. ആത്യന്തികമായി ഇസ്രായേലിന്റെ സുരക്ഷയും ഇതിൽ അന്തർലീനമാണ് എന്ന ചിന്തയാണ് ഇതിൽ ഉത്ഭവിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, അമേരിക്ക ഈ കരാറിലൂടെ നമ്മൾ സമ്പുഷ്ടീകരണം മാത്രമല്ല വിഷയം, ഒരു 10 നിർണായകമായ കാര്യങ്ങൾ, അത് ഇറാൻ മിസൈൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്, മിലിറ്ററി ഹാർഡ്വെയറുകളുടെയും ഒക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുള്ളതായ 10 ഡിഫറെന്റ് മെറ്റീരിയൽസ്, ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോഴത്തെ നിലയിൽ IRGCക്കാണ്, ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അതാണ് എലീറ്റ് സൈനിക വിഭാഗം. അവരുടെ നിയന്ത്രണത്തിലാണ് രാജ്യം പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു കൺട്രോൾ, IRGCയുടെ കൺട്രോളിൽ നിന്നും ഈ 10 വിഭവങ്ങളെ മോചിപ്പിക്കണം എന്നതാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു കരാർ, ഒരു നിർദ്ദേശം. പക്ഷെ അതിനോട് അനുകൂലമായിട്ടല്ല ഇറാന്റെ വളരെ 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 പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് സ്കീം ഓഫ് തിങ്സിൽ പെടുന്ന ഒരു വിഭാഗമാണ് റെവല്യൂഷണറി ഗാർഡ്സ്. അതുകൊണ്ട് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉൾപ്പെടെയുള്ള റെവല്യൂഷണറി ഗാർഡ്സിന്റെ ഒരു സ്വാധീനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇറാൻ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ ഇനി ഉയർന്ന ചോദ്യം, അനിശ്ചിതമായി നീണ്ടുപോകുന്ന ആദ്യം ഖത്തറിന്റെ മധ്യസ്ഥതയിൽ, പിന്നീട് ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഒക്കെ ആയിട്ട് ചേർന്ന് വിശാലമായ അർത്ഥത്തിൽ പാലസ്തീൻ വിഷയവും ഖത്തറാണ് മധ്യസ്ഥത വഹിച്ചത്. അപ്പൊ ഖത്തർ അവിടെയും ഇവിടെയും തൊടുന്ന രാജ്യമാണ്. ഇറാനോടും സംസാരിക്കും, അമേരിക്കയോടും സംസാരിക്കും, സൗദി അറേബ്യയോടും സംസാരിക്കും, അതുപോലെ ഇസ്രായേലിനോടും എല്ലാം സംസാരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഖത്തർ അല്ല, ഈ റൗണ്ടിൽ വന്നിരിക്കുന്ന ഒമാനാണ്. ഒമാൻ സാധാരണഗതിയിൽ ഒരു നയതന്ത്ര മധ്യസ്ഥൻ എന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള വലിപ്പം ഒമാൻ എന്ന രാജ്യത്തിനുണ്ടോ എന്നത് പലർക്കും ഒരു ആശങ്ക തന്നെയാണ്. പക്ഷെ എന്തായാലും അമേരിക്ക അത് അംഗീകരിക്കുന്നു എങ്കിൽ തീർച്ചയായും അതിൽ ചില കാര്യങ്ങളുണ്ട് താനും. അപ്പൊ ആ ഒരു ഒമാൻ കേന്ദ്രീകൃതമായ നയതന്ത്ര നീക്കത്തിനും ഫലം കാണാൻ കഴിയുന്നില്ല എങ്കിൽ വാട്ട് നെക്സ്റ്റ്? ഇതാണ് ചോദ്യം. വിൽ അമേരിക്ക അറ്റാക്ക് ഇറാനിയൻ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ്, അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിലുള്ള അനവധി ആണവ താവളങ്ങൾ, ആണവ സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ, എൻറിച്ച്മെന്റ് പ്ലാന്റുകൾ അമേരിക്ക ആക്രമിക്കുമോ? അതോ ഇസ്രായേലിനോട് ഇപ്പോൾ ഒരു അകലം പാലിക്കുന്നു എന്ന് തോന്നാമെങ്കിലും ഇസ്രായേലിനോട് യു ഗോ ആൻഡ് അറ്റാക്ക് എന്ന പച്ചക്കൊടി അമേരിക്ക കാട്ടുമോ? കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അമേരിക്കയുടെ കണ്ണു വെട്ടിച്ച് തന്നെ ഈ നെഗോസിയേഷൻ പൊളിക്കാൻ വേണ്ടി ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന CIA ഇൻഫർമേഷൻ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് മെറ്റീരിയലൈസ് ചെയ്തില്ല. അത് ഒരുപക്ഷെ സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരവുമായിരുന്നില്ല എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് അത് വഴിമാറിപ്പോയി. പക്ഷേ പൂർണ്ണമായി ഇറാൻ അമേരിക്ക ആണവ ടോക്ക് പരാജയപ്പെട്ടാൽ
വിൽ അമേരിക്ക അറ്റാക്ക് ഇറാൻ, വിൽ ഇസ്രായേൽ അറ്റാക്ക് ഇറാൻ? പക്ഷെ അമേരിക്ക ആവശ്യത്തിലധികം കമ്മിറ്റ് ചെയ്തു പോയി എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതായത് കമ്മിറ്റ് ചെയ്ത ഇതാണ്, എന്തു വിധേനയും സമ്പുഷ്ടീകരണം 100% സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറണം എന്നാണ് അമേരിക്ക ഇപ്പോൾ ഇറാനോട് പറഞ്ഞിരിക്കുന്നത്. അത് ഒരിക്കലും ഇറാൻ അംഗീകരിക്കാൻ തയ്യാറാവില്ല. അങ്ങനെയെങ്കിൽ ചർച്ച 5ാം റൗണ്ട് കടന്ന് അടുത്ത റൗണ്ടിന്റെ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് 8, 9, 10 റൗണ്ട് പോകും. അതിനുശേഷവും ഫലം കണ്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങും, ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങും. അപ്പൊ കരാറൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ അതിലേക്ക് ആക്രമണം ആസന്നമാണോ? അതോ ഇറാനെ ആക്രമിക്കുന്നത് ഇസ്രായേൽ ആകുമോ? അതോ എല്ലാ രാജ്യങ്ങളും ന്യൂക്ലിയർ ആകട്ടെ, ലോകം ഏത് വഴിക്കെങ്കിലും പോകട്ടെ എന്ന് ചിന്തിക്കുമോ? അപ്പൊ ഇതൊക്കെ ഉത്തരം കിട്ടാത്ത പ്രഹേളികകളായി തുടരുന്നു.